ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ഇപ്പൊ സന്തോഷ് ബദർ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന തീം എന്ന് പറയുന്ന സ്നേർ ഓഫ് ദ ഡെവിൾ. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യമേ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മള് എല്ലാ ദിവസവും എല്ലാ സൺഡേസും ചർച്ചിൽ വരുന്നു, രാവിലെ പ്രാർത്ഥിക്കുന്നു, ബൈബിള് വായിക്കുന്നു, ഏരിയ പ്രയർ മീറ്റിംഗ്സ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്താലും എനിക്ക് പിശാചിന്റെ ഒരു കെണിയിൽ ഞാൻ പെട്ടിട്ടുണ്ടോ, ഒരു ബന്ധനത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാലേ അതിനുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. നമുക്ക് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അത് അറിയാതെ തന്നെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ചോദ്യം ചോദിക്കാൻ ഇന്നത്തെ ദിവസം ദൈവം നമ്മളെല്ലാരെയും കൺവിക്ട് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് വേഗം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദൈവമേ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു തീമിനായിട്ട് സ്തോത്രം കർത്താവേ. ഇതിലൂടെ ദൈവം നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ നാവുകളെയും ഞങ്ങളുടെ കാതുകളെയും ദൈവമേ നീ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മനസ്സിനെയും ദൈവമേ നീ തൊടുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് യൂത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ ഒരു ഡിസ്കഷനിലൂടെ, ഈ ഒരു തോട്ടിലൂടെ ദൈവമേ അവരുടെ ജീവിതത്തെ ദൈവമേ മാറ്റാനൊക്കെങ്കിൽ ദൈവമേ നീ മാറ്റാൻ നീ സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാം കർത്താവേ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇപ്പൊ നമ്മള് തിമോത്തിയോസിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ഞാൻ കുറച്ച് വേഴ്സസ് എഴുതിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ മലയാളത്തിൽ അത് ഞാൻ വായിക്കാൻ നോക്കാം. ഇതുവരെ ഞാൻ ഹെൽപ്പ് എടുക്കാൻ നോക്കുമായിരുന്നു. ദൈവം എന്നെ ചാലഞ്ച് ചെയ്യുന്നു, ഒന്നുകൂടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാനൊക്കെ ഒന്ന് നോക്കാം. തെറ്റുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കണം. അപ്പൊ 2 തിമോത്തിയോസ് 2:26, പിശാചിനാൽ പിടിക്കപ്പെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണിയിൽ നിന്നും ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഇത് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്, ഒരു വചനമാണ്. ഇതിനകത്ത് മെയിനായിട്ട് പോൾ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരാത്ത ആൾക്കാരെ കുറിച്ച് ആകാനാണ് കൂടുതലും ചാൻസ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ തോന്നുന്നില്ല. കാരണം എന്റെ ജീവിതം, ഞാൻ വിശ്വാസിയാണെന്ന് എന്റെ മനസ്സിൽ എനിക്ക് അറിയാമെങ്കിലും ഞാൻ ചില സമയത്ത് പെട്ടുപോകുന്ന കെണികളുണ്ട്. അതുകൊണ്ട് എന്റെ മനസ്സ് പറയുന്നു ഇത് വിശ്വാസികൾക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോ എന്താണ് ഈ കെണി, എന്താണ് ഈ ബന്ധനം, അതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് നമുക്ക് ആപ്ലിക്കബിൾ ആണെന്നുള്ളത് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. വിശ്വാസി ആയാലും നമ്മൾ കെണിയിൽ പെട്ടുപോകാൻ പറ്റും. സാത്താന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ കെണിയിൽ പെടുത്തി ഉടനെ അങ്ങ് നശിപ്പിച്ചു കളയുക എന്നുള്ളതാണെങ്കിലും അങ്ങനെയല്ല അവൻ എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് തരും. നമ്മളൊരു കെണിയിലാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യത്തില്ല. പക്ഷെ ആ കെണി എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന, മനസ്സുകൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കംഫർട്ടോ ഹാപ്പിനെസ്സോ അല്ല, നമ്മുടെ ഫ്ലഷിന് ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു ഇതാണ്. അതിന്റെ പേര് മീൻസ് വിശ്വാസികളല്ലാത്തവർ ഞാനിപ്പോ സ്വർഗത്തിലാണെന്ന് പറയാം. അതിന് പകരം നമ്മളൊരു കെണിയിലാണ് ആക്ച്വലി പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് നമുക്ക് അതിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ള തുടക്കം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കെണി, എന്താണ് ട്രാപ്പ്. ഇപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പം നമുക്ക് ചിലപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പം ഒരു ഹണ്ടർ, ഒരു വേട്ടക്കാരൻ ഒരു ടൈഗറിനെ പിടിക്കണമെങ്കിൽ, ഒരു കടുവയെ പിടിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു കേജ് ഒളിച്ചുണ്ടാക്കിയിട്ട് അതിനകത്ത് അതിനേറ്റവും ഇഷ്ടമുള്ളത്, അതിന്റെ കണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു സാധനം ആ കെണിക്കകത്ത് വെച്ചിരിക്കും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തില് സാത്താൻ ഓരോ
കെണിയും ഒരുക്കുന്നത്. നമുക്ക് പുറമേ കാണുമ്പോ അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണല്ലോ എന്നുള്ള ആ ഒരു വാണ്ട് നമുക്കുണ്ടാവും. അതിലൂടെയാണ് നമ്മൾ ആ കെണിയിൽ ചെന്ന് പെടുന്നത്. ആ കെണിയിൽ പെട്ട് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് ബന്ധനമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അത് എൻജോയ് ചെയ്യാൻ, ആ കെണിയെ എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് ബന്ധനമാണ്, ബോണ്ടേജ്. അതിന്റെ ഒരു എക്സാമ്പിള്, ഇപ്പൊ നമ്മൾ ആ കടുവയെ പിടിച്ച് ഒരു സൂയിൽ കൊണ്ടിട്ടു. അതിന് വലിയൊരു ഏരിയ കൊടുത്തിരിക്കുക, അതിന്റെ സ്വന്തമായിട്ട് അതിന്റെ ഹാബിറ്റാറ്റിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ഏരിയ. പക്ഷെ അതിന്റെ ജീവിതകാലം മുഴുവനും ആ ഒരു ട്രാപ്പിനകത്ത്, ആ ഒരു ബോണ്ടേജിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇട്ട വട്ടത്തിലാണ് അത് ജീവിക്കുന്നതെന്ന് അത് റിയലൈസ് ചെയ്യാതെ ജീവിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ബോണ്ടേജിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ആ ഒരു ഹാബിറ്റാറ്റുമായിട്ട് നമ്മൾ അങ്ങ് അക്കസ്റ്റംഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ബന്ധനത്തിലാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാതെ പോകുന്നു. പക്ഷെ നമ്മൾ ആ ഒരു വട്ടത്തിൽ നിൽക്കുമ്പം മനുഷ്യർക്ക് കാണാന്, അതായത് സാത്താന് നമ്മളെ ഉപയോഗിക്കാൻ മാത്രമായിട്ട് നമ്മൾ ആ ബന്ധനത്തിൽ പെട്ടിരിക്കുന്നത്, അല്ലാതെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. യാക്കോബിന്റെ പുസ്തകം 1:14-15. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ പേറുന്നു. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫ്ലോ നോക്കിയാൽ ആദ്യമേ ഒരു ആഗ്രഹം വരുന്നു. ഒരു ആഗ്രഹം വരുമ്പോൾ അത് പാപമായിട്ടില്ല. ആ ആഗ്രഹത്തെ നമ്മൾ കൺസീവ് ചെയ്ത് കഴിയുമ്പോഴാണ് പാപത്തിലേക്ക് വരുന്നത്. ആ പാപമാണ് പിന്നെ അത് ബന്ധനമാകുന്നത്, ഒരു ബോണ്ടേജ് ആകുന്നത്. ആ ബോണ്ടേജിൽ നിന്നാണ് നാശം, മരണം സംഭവിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമ്മൾ തന്നെ റിയലൈസ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് വെളിയിലേക്ക് വരാനുള്ള സാധ്യതയും എളുപ്പവും കൂടുതലാണ്. നമ്മൾ പാപത്തിലേക്ക് വന്ന സമയത്തുള്ള ആ ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കത്തില്ല ബന്ധനത്തിലുള്ളപ്പം. ബന്ധനം കഴിഞ്ഞാൽ പിന്നെ നാശമാണ്, മനസ്സിലാക്കണം. അപ്പൊ നമ്മളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുന്നത് ആരെയും പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല. നമുക്ക് ഇന്ന് ദൈവം ഒരു ചാൻസും കൂടെ തന്നതിന് സന്തോഷിക്കുക. ഇന്നൊരു ദിവസം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ ഏതെങ്കിലും രീതിയിൽ ബന്ധനത്തിലോ കെണിയിലോ പാപത്തിലോ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു അവസരം നമുക്കെല്ലാം ദൈവം തന്നിരിക്കുന്നു. അത് ഉപയോഗിക്കുക. എങ്ങനെയാണ് വിശ്വാസികള് കെണിയിൽ പെടുന്നത്? അത് പെട്ടെന്നൊരു കെണിയിലേക്ക് പെടുകയാണോ? അല്ല. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഒന്ന്, നമ്മുടെ ഈ സ്മോൾ കൺവിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ ദൈവം നമുക്ക് നമ്മളെ കൺവിക്ട് ചെയ്യുക. അതിന്റെ മലയാളം എനിക്ക് കറക്റ്റ് വാക്ക് അറിയത്തില്ല. കൺവിക്ഷൻ, ബോധ്യം, ദൈവം തരുന്ന ബോധ്യം. നമ്മൾ കള്ളം പറയരുത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കള്ളം പറയരുത്. നമ്മള് ആ ഒരു പടത്തിലേക്ക് നോക്കരുത്, ആ ഒരു മൂവി കാണരുത്. ആ മനുഷ്യനോട് നമ്മൾ ക്ഷമിക്കുക, ആ ബ്രദറോട് അല്ലെങ്കിൽ ആ സിസ്റ്ററിനോട് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾ നിഗ്ലക്ട് ചെയ്യുമ്പോൾ, അത് ഇതൊക്കെ എന്താ എല്ലാരും ചെയ്യുന്നല്ലോ, ഞാൻ ഒരു 5 മിനിറ്റത്തേക്ക് ഇച്ചിരി ഒന്ന് ദേഷ്യപ്പെട്ടതല്ലേ ഉള്ളു, അതിനെന്നാ, ഇത് ഞാൻ നോക്കി, എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു, ഞാൻ നോക്കി, അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ വലിയൊരു കള്ളമാണോ, എല്ലാരും പറയുന്ന കള്ളമല്ലേ? അവിടെയാണ് ഈ ഒരു ഡിസെപ്ഷൻ, ഒരു കളവിന്റെ ആരംഭം, സാത്താൻ കൊണ്ടിരുന്ന കെണിയുടെ ആരംഭമാണ്. അതിന്റെ ആഴെന്ന് പറയുന്നത് വലുതാ, പക്ഷെ പുറമേ നമുക്ക് ഇത്രയും ചെറുതാണല്ലോ എന്ന് വിചാരിക്കും. അതിപ്പോ നമ്മള് ഒരു കുഴിയിലേക്ക് വീഴുമ്പോ ദ്വാരം ചെറുതാണെങ്കിലും അതിനകത്തേക്ക് വീഴുമ്പോ അതിന്റെ ആഴം വലുതാണ്. അപ്പൊ ആ ഒരു ചെറിയ കൺവിക്ഷൻ വരുമ്പോൾ നമ്മള് ഇത് സാരമില്ല എന്ന് തട്ടിക്കളയുന്നിടത്താണ് ഇതിന്റെ തുടക്കം.
പിന്നെ നമ്മൾ അതിന്റെ ഒരു സന്തോഷം അറിയാൻ തുടങ്ങി കഴിയുമ്പോൾ, ആ ഒരു പാപത്തിന്റെ സന്തോഷം അറിയാൻ തുടങ്ങി കഴിയുമ്പോൾ, പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ജസ്റ്റിഫൈ, ന്യായീകരിക്കാൻ ശ്രമിക്കും. എല്ലാരും ചെയ്യുന്നതല്ലേ, ഇത്രയും ചെറുതല്ലേ, അവര് ചെയ്യുന്ന കണ്ടില്ല, അവര് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന അതിന്റെ ഒരു അംശം പോലും ഇല്ലല്ലോ എന്നുള്ള ഒരു ന്യായീകരണം, അത് ഈ ബന്ധനത്തെ അല്ലെങ്കിൽ ഈ കെണിയെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കും, കുറച്ചുകൂടെ കൂടുതൽ നമ്മളെ അകത്തേക്ക് വലിക്കും. അപ്പൊ നമ്മൾ അതിലൂടെ നമുക്കൊരു വളരെ സന്തോഷം ഉണ്ടാവും, അതിനകത്ത് സങ്കടം ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്, വളരെ സന്തോഷം. കാരണം നമ്മൾ ആ കൺവിക്ഷനെ നമ്മൾ ഓൾറെഡി തട്ടി മാറ്റി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് എന്റെ അടുത്തേക്ക് കൺവിക്ഷൻ വരാതിരിക്കാൻ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. മൂന്നാമത്തേത് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഒരു വഴക്കുണ്ടാക്കി, ഇന്ന് ഞാൻ ഒരു കള്ളം പറഞ്ഞു, നാളെ എനിക്ക് ഒരു കള്ളം പറയണം, ഇനി ഞാൻ എപ്പോ ആരോട് കള്ളം പറയൂ എന്നുള്ളത് അന്വേഷിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. അതുപോലത്തെ ഒരു റെപ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ ഏകദേശം ബന്ധനത്തിലായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് സംഭവിക്കുന്നത്, ദൈവം എന്നുള്ള ആ ശക്തിയും ദൈവം നമ്മളോട് സംസാരിക്കുന്ന അതിനോട് നമുക്കൊരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത്, നമുക്കിപ്പോ കയ്യില് നമുക്കൊരു അസുഖമുണ്ട്, നമ്മുടെ നെർവ്സ് വർക്ക് ആകുന്നില്ലെങ്കിൽ നമ്മളെ തൊട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല. അതാണ് സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ചത്. ദൈവം നമ്മളെ കൺവിക്ട് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോണ്ടേജിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ ചിന്തിക്കുന്ന തോട്ടോ നമുക്ക് അത് തെറ്റാണെന്ന് അറിയാം, പക്ഷെ അത് നമ്മളെ കൺവിക്ട് ചെയ്യുന്നില്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായെങ്കിൽ നമ്മളത് വളരെ കെയർഫുള്ളായിട്ട് അതിനെ അഡ്രസ് ചെയ്യേണ്ട സമയമാണ് ഇന്ന്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഗിറ്റാർ പ്ലേ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ഗിറ്റാർ ചെറുതായിട്ട് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. ഗിറ്റാർ ആദ്യമായിട്ട് വാങ്ങിച്ച് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ഈ ഫിംഗർ ടിപ്സ് ആണ്. നമ്മൾ കോർഡ് പ്ലേ ചെയ്യുന്ന ഫിംഗർ ടിപ്സ് ഭയങ്കര വേദനയാണ്. നമ്മുടെ ഫിംഗർ ടിപ്സ് എത്രയും സെൻസിറ്റീവ് ആണോ, എത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണോ, അത്രയും കൂടുതൽ വേദനയാണ്. അത് ശരിക്കും പ്രസ് ചെയ്ത് സ്ട്രിങ്സ് പ്രസ് ചെയ്ത് പിടിച്ചാലേ പ്രോപ്പർ മ്യൂസിക് വരത്തുള്ളൂ. നല്ലതായിട്ട് സ്ട്രം ചെയ്യുമ്പോൾ അതിന്റെ മ്യൂസിക് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ പ്രസ് ചെയ്യുന്തോറും അത്രയും നല്ലതായിട്ട് മ്യൂസിക് വരും. പക്ഷെ അത് ആദ്യമേ ചെയ്യുമ്പോ ഭയങ്കര വേദനയാണ്. കൈ ചിലപ്പോൾ മുറിയും, ഒരു മണിക്കൂർ അടുപ്പിച്ച് പ്ലേ ചെയ്താ. അല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ ഇങ്ങനെ വര കാണാം സ്ട്രിങ്ങിന്റെ. അത്രയും സ്ട്രെയിൻ ചെയ്താണ് നമ്മളത് പിടിക്കേണ്ടത്. അത് ഒരു ആഴ്ച, ഒരു മാസം, ഒരു വർഷം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, ആ വേദന സഹിച്ച് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു തഴമ്പ് വരും ഈ ഫിംഗേഴ്സിനെല്ലാം. ഗിറ്റാർ നല്ലതായിട്ട് പ്ലേ ചെയ്യുന്നവരുടെ കൈ നോക്കിയാൽ മതി, ഇവരുടെ ഈ ഫിംഗർ ടിപ്സ് തഴമ്പാണ്. അവർക്ക് പിന്നെ വേദന എന്താണെന്ന് അറിയത്തില്ല. അതുപോലാണ് നമ്മള് പാപം ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ ബോണ്ടേജിൽ വന്നു കഴിയുമ്പോൾ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. കൺവിക്ഷൻ എന്ന് പറയുന്നത്, അയ്യോ ഞാൻ ഇത് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു കൺവിക്ഷൻ മനസ്സിൽ നിന്ന് പോകുന്നിടത്താണ് ബോണ്ടേജ്. അത് നമ്മൾ ആ ഗിറ്റാർ പ്ലേ ചെയ്ത് അവസാനം നമ്മുടെ മനസ്സിനുള്ളിൽ തഴമ്പ് വന്ന് ദൈവവചനകത്തേക്ക് പോവാത്ത ഒരു സ്റ്റേജാണ് ബോണ്ടേജ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറെ വർഷങ്ങൾ മുമ്പ് എനിക്ക് ഓഫീസിൽ നിന്ന് ഇതുപോലെ ജോലിയുള്ള സമയത്ത് എനിക്ക് സാലറി കിട്ടുമ്പോൾ അതിനകത്ത് നമ്മളൊരു ഈ ടാക്സ് എക്സംഷൻസിനായിട്ട് നമ്മൾ കുറച്ച് സേവിങ്സ് അല്ലെങ്കിൽ കുറച്ച് ഡിഡക്ഷൻസ് അതൊക്കെ നമ്മൾ കാണിക്കും, നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ. അതിന്റെ രണ്ട് രീതിയിലാണ് ടാക്സ് നമ്മൾ കുറയ്ക്കുന്നത്. ഒന്ന് ടാക്സ് അവോയ്ഡൻസ്, അല്ലെ ടാക്സ് ഇവേഷൻ. അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ടാക്സ് അവോയ്ഡ് ചെയ്യുക. ലീഗലായിട്ട് നമ്മൾ ടാക്സ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് കൂടുതൽ ഗവൺമെന്റിന് കൊടുക്കാതെ നമുക്ക് ടേക്ക് ഹോം കൂട്ടാനായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ പറ്റിച്ച് നമുക്ക് ടാക്സ് കുറച്ച് നമുക്ക് കൂടുതൽ ടേക്ക് ഹോം കിട്ടാവുന്നതാണ് ടാക്സ് ഇവേഷൻ. അപ്പോ എൻ്റെ ഓഫീസില് എൻ്റെ ബോസുമാര് എൻ്റെ കൂടെ ഉള്ളവര് ഒക്കെ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഡിഡക്ഷൻ ഞാൻ എൻ്റെ സാലറിയിലും അതൊരു പാർട്ടാക്കിയായിരുന്നു. കുറെ വർഷങ്ങൾ മുമ്പത്തെ കാര്യമാണ്. ആദ്യം അത് ചെയ്തപ്പോ ഇത് ടാക്സ് അവോയ്ഡൻസ് ആണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ അത് ചെയ്തതെങ്കിലും അധികം താമസിക്കാതെ തന്നെ ദൈവം അത് ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു, അത് ടാക്സ് അവോയ്ഡൻസ് അല്ല, ഇവേഷൻ ആണ്. പക്ഷെ ആ സമയം കൊണ്ട് എൻ്റെ ടേക്ക് ഹോം നല്ലതായിട്ട് കൂടി ആ ഡിഡക്ഷൻ കാണിക്കാൻ തുടങ്ങിയപ്പം. അത് ഒരു വർഷം ചെയ്തു, അടുത്ത വർഷം അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചു, പക്ഷെ അടുത്ത വർഷം ചെയ്തു. കുറെ വർഷങ്ങള് അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അതിൽ നിന്നൊരു കൺവിക്ഷൻ മാറി. എന്ന് പറഞ്ഞാൽ ഇതാരും എല്ലാരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നതിന് തന്നെ, ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് മണ്ടനാന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എന്റെ ടാക്സ് ഫയൽ ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കാണുമ്പോൾ നീ എന്താ ഇത് ക്ലെയിം ചെയ്യാത്തതെന്ന് ചോദിക്കും. അപ്പം ഞാനൊരു മണ്ടനായില്ലേ എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു അന്ധതയിൽ ഞാനത് ക്ലെയിം ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവം എനിക്കത് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നു, ആ ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയല്ല. ഞാൻ അത് സ്റ്റോപ്പ് ചെയ്താൽ എനിക്ക് ഏകദേശം ഒരു 20% എനിക്ക് കൈ കിട്ടുന്ന ശമ്പളം കുറയും. പക്ഷെ ദൈവം ആ ഒരു കൺവിക്ഷൻ തന്ന് എനിക്കത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് സാലറി കുറഞ്ഞെങ്കിലും അടുത്ത മാസം ദൈവം അതിന്റെ 4 ഇരട്ടിയായിട്ട് ദൈവം എനിക്ക് വേറൊരു ഇൻകം സ്റ്റാർട്ട് ചെയ്തു തന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ദൈവം അത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ സമയത്ത് തന്നെ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാകും, നമുക്കൊരു കോസ്റ്റ് ഉണ്ടാകും എന്ന് വിചാരിച്ചാലും ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം തിരിച്ചു മാനിക്കും. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ആ വരുന്ന ടെംപ്ടേഷനെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സ് നമ്മൾ കാണാതെ പോവാതെ ആ ടെംപ്ടേഷൻസിനെ മറികടന്ന് ദൈവത്തിന് വേണ്ടിയുള്ള വഴി ഒരുക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മളെ മാനിക്കും. നമ്മൾ തെറ്റ് ചെയ്യുന്നത് നിർത്തുമ്പോൾ എനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടാകുമെന്ന് വിചാരിക്കാതെ അത് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും എന്നുള്ളതാണ്. അവസാനം എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷയുള്ളത്? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണോ? നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോണ്ടേജിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണോ? ആക്ച്വലി അല്ല. ശരിക്കും നമുക്ക് അത് ബുദ്ധിമുട്ടല്ല, കാരണം നമ്മൾ തന്നെ അത് ചെയ്യാൻ നോക്കിയാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടല്ല. നമുക്ക് അതിനാവശ്യമുള്ളത് സത്യസന്ധതയും സീരിയസ്നെസ്സും. സീരിയസ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് വെളിയിലേക്ക് വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും സത്യസന്ധതയോടുകൂടി അത് ചെയ്യുമ്പോഴും നമുക്ക് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും, നമുക്ക് വെളിയിലേക്ക് വരാനൊക്കും. അത് യോഹന്നാന്റെ 1 യോഹന്നാൻ 1:1 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ്. നമ്മള് റിപ്പന്റ് ചെയ്യണം. നമ്മൾക്കിത് ഇങ്ങനൊരു ബോണ്ടേജിലാണ്, ഈ ഒരു പാപം ഞാൻ ചെയ്യുന്നു എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നിടത്താണ് ഇതിന്റെ തുടക്കം. നമ്മൾക്ക് രക്ഷയ്ക്കുള്ളതിന്റെ തുടക്കം ഇത് റിയലൈസ് ചെയ്യുക, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക മനസ്സുകൊണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള രക്ഷ ദൈവം ഒരുക്കി തരും.
റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും കൂടെ എനിക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്. ദൈവമേ, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് പറയുന്നതാണോ ആക്ച്വൽ റിപ്പൻറ്റൻസ്? എന്നാൽ എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്ന റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് ഏറ്റുപറച്ചിൽ മാത്രമല്ല. ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ലെന്നുള്ളൊരു ദൃഢമായിട്ടുള്ള ഒരു ഒരു വാണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ വേണം. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനിപ്പം ഉദ്ദേശിച്ചത് എന്താന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പം ഒരു സ്പെസിഫിക് ആപ്പ്, അത് യൂട്യൂബ് ആകാം, ഫേസ്ബുക്ക് ആകാം, അതിനകത്തൂടെ എനിക്ക് കാണുന്ന ചില വിഷ്വൽസ്, ചില വീഡിയോസ്, ചില റീൽസ്, അതാണ് എന്നെ തെറ്റിലേക്ക് നയിക്കുന്നതെങ്കിൽ ഞാൻ നാളെ തൊട്ട് യൂട്യൂബ് കാണത്തില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അത് ഞാൻ കാണുന്നത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്യുന്നത് മാത്രമല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക. ആ ഒരു സെക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമ്മളത് വായിച്ചിട്ടുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:29-30 അത് എടുക്കണം എന്നില്ല. അതിനകത്ത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കണ്ണ് നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നുവെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. വലം കൈ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളൊരു വചനമുണ്ട്. അതുപോലെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു ലീഡ് ഉണ്ടെങ്കിൽ ആ ലീഡ് കട്ട് ചെയ്യുക. അല്ലാതെ ആ ലീഡിന്റെ അവിടെ ഇവിടെയും ബ്ലോക്ക് ചെയ്തിട്ടോ അവിടെ ഇവിടെ മാറ്റി വെച്ചിട്ടോ കാര്യമില്ല. ആ ലീഡ് തന്നെ നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ അത് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഫ്ലഷ് വീക്ക് ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്നതുകൊണ്ടല്ല. നമ്മുടെ ഫ്ലഷ് വീക്ക് ആയിരിക്കുമ്പോൾ നമ്മുടെ ആ വീക്ക്നെസ് എപ്പോഴാണ് ഫ്ലഷ് വീക്ക് ആയിട്ടിരിക്കുന്നതെന്ന് സാധാരണ നന്നായിട്ട് അറിയാം. അവിടെ അവൻ ആ ലീഡ് സ്ട്രോങ് ആക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഓരോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആയിരിക്കാം. എന്താണ് ആ ലീഡ് കട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. രണ്ടാമത് ഹ്യൂമിലിറ്റി, അതായത് താഴ്മ. ഇത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ഇത് നോർമലാണ്, ഇതൊന്നും സാരമില്ല, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലോ, ചെറിയ തെറ്റ് പറ്റി, ഓക്കെ ഞാൻ അത് ശരിയാക്കിക്കോളാം എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ എൽഡേഴ്സോ മൂപ്പന്മാർ ആരെങ്കിലും നമ്മുടെ ചേർച്ചിലുള്ള ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഇതൊരു തെറ്റാണെന്ന് കാണിച്ചു തരുമ്പോൾ, ഇവർക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം, ഒരു ജനറേഷൻ ഗ്യാപ്പാണ്, അവർക്ക് എത്ര 10, 60, 70 വയസ്സുള്ള ആൾക്കാർക്ക് 15 വയസ്സുള്ള എന്റെ ജീവിതത്തിന്റെ ചാലഞ്ചസ് അറിയാമോ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് അല്ലാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം സ്പിരിച്വൽ ഗ്യാപ്പാണ്. അത് റിയലൈസ് ചെയ്യുക. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് പേപ്പറിൽ എഴുതുന്നവർ ഇന്ന് കമ്പ്യൂട്ടറിൽ എഴുതുന്നു, ടെക്നോളജി മാറി, അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ചാലഞ്ചസേ മാറിയിട്ടുള്ളൂ. പക്ഷെ പാപം തന്നെയാണ്. മനുഷ്യന്റെ മനസ്സ് അത് തന്നെയാണ്. അതേ സാത്താൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മളോട് നമ്മുടെ തെറ്റുകളെ കാണിച്ചു തരുന്ന ആൾക്കാരെ നമ്മൾ കുറച്ച് കാണുന്നതോ, അവർക്ക് അറിവില്ലായ്മയാണ് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് തോന്നുമ്പോൾ ആക്ച്വലി പ്രശ്നം നമുക്കാണ്. നമുക്ക് പ്രൈഡ് ഉള്ളത് കൊണ്ടാണ്, അല്ല നമുക്ക് ഹ്യൂമിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാത്തത്. അതുകൊണ്ട് വേണ്ടിയത് ഹ്യൂമിലിറ്റി ആവശ്യമാണ്. അത് പ്രായം അനുസരിച്ചിരിക്കും. ഒത്തിരി പ്രായം കുറഞ്ഞ ആൾക്കാര് തെറ്റുകളിൽ അല്ലെങ്കിൽ ഒരു ബോണ്ടേജിൽ അല്ലെങ്കിൽ ഒരു അഡിക്ഷനിൽ വീണിരിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴികൾ അറിയാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഉള്ളപ്പോ നമ്മളത് കൂടുതൽ ഹൈഡ് ചെയ്ത് വെക്കാതെ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ കയറിയെന്ന് എല്ലാവരോടും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ പഴയ ചേർച്ചുകളിൽ സംഭവിക്കുന്ന പോലെ അച്ഛനോട് പോയി കൺഫ്യസ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അത് പേരൻസ് ആകാം, ചേർച്ചിലെ മൂപ്പന്മാരാകാം, അടുത്തിരിക്കുന്ന ഒരു ബ്രദർ ആകാം. അവരോട് സംസാരിച്ച്
അതിനെക്കുറിച്ച് സംസാരിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അവരെങ്ങനെ എങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്തെന്നുള്ളത് ഷെയർ ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. അതുകൊണ്ട് എപ്പോഴും എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അത് അടച്ചു വെക്കാതെ അത് വേറൊരാളോട് ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചിലത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കള്ളം പറയുന്നതോ ചില വീഡിയോസ് കാണുന്നതോ ചില ബുക്കുകൾ വായിക്കുന്നതോ അതൊക്കെ ചെറുതാണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് പറയാതെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത കാണിച്ചാലേ നമ്മൾ വലിയ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വിശ്വസ്തനായിട്ട് ഇരിക്കത്തുള്ളൂ. അത് ലൂക്കോസിന്റെ സുവിശേഷം 16:10, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. അതായത് നമ്മളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാണ്ട് നമ്മുടെ ചെറിയ നമ്മുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ അപ്പൊ കറക്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് ഡീൽ ചെയ്യാൻ ഒക്കത്തില്ല. ഞാനിത് മാറ്റും, ഒരു ദിവസം ഞാൻ ഇതെല്ലാം അങ്ങ് മാറ്റും എന്ന് വിചാരിക്കുന്നിടത്താണ് പിന്നെയും നമ്മൾ കൂടുതൽ ബോണ്ടേജിലേക്ക് പോകുന്നത്. ഒരിക്കലും നമ്മൾ മാറ്റത്തില്ല. മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം നമ്മുടെ മനസ്സ് തുറന്ന് ദൈവത്തോട് ചോദിച്ച് അതിൽ നിന്നൊരു വിടുതൽ നമ്മൾ കൊണ്ടുവരണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.